സംസ്ഥാനത്തെ ബലഹീനമായ സ്കൂൾ കെട്ടിടങ്ങളുടെ വിവരം രണ്ടാഴ്ചയ്ക്കകം നൽകാൻ മുഖ്യമന്ത്രി വിളിച്ച സ്കൂൾ സുരക്ഷാ യോഗത്തിൽ നിർദ്ദേശം. പൊളിച്ചുമാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി നടത്തേണ്ടവ എന്നിവ വേർതിരിച്ച് നൽകാനാണ് നിർദ്ദേശം. പൊളിച്ചുമാറ്റുന്ന കെട്ടിടങ്ങൾ പണിയും വരെ ക്ലാസ് നടത്താനുള്ള സൗകര്യം തദ്ദേശ വകുപ്പും PTA-യും വിദ്യാഭ്യാസ വകുപ്പും ചേർന്നൊരുക്കണം. അൺഎയ്ഡഡ് സ്കൂളുകളിലും സുരക്ഷാ പരിശോധന നടത്താൻ നിർദ്ദേശമുണ്ട്. വിജിൻ വായന്തോട് വിവരവുമായി ചേരുന്നു. വിജിൻ, മുമ്പ് കൊല്ലത്തുണ്ടായ അപകടത്തെ തുടർന്നാണോ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് മറ്റ് തീരുമാനങ്ങൾ? അജിംസ്, അങ്ങനെ തന്നെയാണ്. അതായത് കൊല്ലം തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണം, ഇലക്ട്രിക് ലൈനിൽ നിന്ന് പോസ്റ്റ് ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സുരക്ഷാ പരിശോധനകൾ അടിയന്തരമായി നടത്താനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പും അതിനുശേഷം മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിക്കാനുള്ള നിർദ്ദേശവും നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ ഓൺലൈനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഇതിലാണ് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ, ഒപ്പം തന്നെ അറ്റകുറ്റപ്പണി നടത്തേണ്ട കെട്ടിടങ്ങൾ എന്നിവ വേർതിരിച്ച് രണ്ടാഴ്ചക്കകം അറിയിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം പണികൾ നടത്താൻ എന്നുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ബലഹീനമായ കെട്ടിടങ്ങളുടെ രജിസ്റ്ററുകൾ രേഖപ്പെടുത്താൻ അതിന് ഒരു പ്രത്യേക സംവിധാനം ഒരുക്കാൻ നിലവിൽ മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പൊളിച്ചു മാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നത് വരെ ക്ലാസുകൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ PTA, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവ സംയുക്തമായി പകരം സംവിധാനം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകൾ കെട്ടിടങ്ങൾ സുരക്ഷാ പരിശോധന ഉറപ്പാക്കാൻ, അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധന ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ നിർദ്ദേശവും നൽകി. അപകടാവസ്ഥയുള്ള പൊതു കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനാണ് നിലവിൽ സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള നിർദ്ദേശവും യോഗത്തിൽ വന്നിരിക്കുന്നത്. ഒപ്പം ഇലക്ട്രിക് കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ എന്നിവർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, ധനകാര്യമന്ത്രി, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, ആരോഗ്യമന്ത്രി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ജില്ലാ കളക്ടർമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അജിൻസ്. ശരി വിജയൻ.